മനുഷ്യജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വിധത്തിലുള്ള അതിഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതം കടന്നുപോയത്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രം ഞാനും നിങ്ങളും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് എന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിൽ ധാരാളം നിലവിളികൾ ഉയർന്ന ഒരു വർഷമാണ് നമ്മെ വിട്ട് കടന്നുപോയത്. COVID-19 എന്ന മാരകമായ വൈറസ് ജനകോടികളെ വിഴുങ്ങിക്കളഞ്ഞു. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ ജീവിതത്തെ മിനിറ്റുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാക്കി. ആത്മഹത്യകൾ, കുലപാതകങ്ങൾ തുടങ്ങി മനുഷ്യനെ വേദനിപ്പിക്കുന്ന, സമൂഹത്തെ കണ്ണുനീരിൽ താഴ്ത്തിയ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷമായിരുന്നു 2020. കരഞ്ഞ് കരഞ്ഞ് മനുഷ്യൻ കണ്ണുനീർ വാർത്ത, ആ കണ്ണുനീരിൻ്റെ വേദന ഇപ്പോഴും തീരാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നെയും നിങ്ങളെയും തമ്പുരാൻ ഈ മണ്ണിൻ്റെ മുകളിൽ നിലനിർത്തിയിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം എന്താണ് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചത്? സാധാരണ ആളുകളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നൊക്കെ ഓർക്കുമ്പോഴാണ് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്തു. സൂരജ് എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ ഭാര്യയെ കൊല്ലുവാനായിട്ട് ഒരു പാമ്പിനെ വില കൊടുത്തു വാങ്ങിച്ച് അവർ ഉറങ്ങുന്ന ബെഡ്റൂമിൻ്റെ അകത്ത് കൊണ്ടുവച്ച് സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തി അവരെ കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. മൃഗങ്ങൾ പോലും ചെയ്യാത്തത് മനുഷ്യൻ ചെയ്യുന്ന ഒരു കാലഘട്ടം. കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ദിനപത്രവും കേരളത്തിലും ഭാരതത്തിലും പുറത്തിറങ്ങുന്നില്ല എന്നത് വേദനയോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ചെന്നൈ AET എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിച്ച ഫാത്തിമ എന്ന വിദ്യാർത്ഥിനി കോളേജ് ക്യാമ്പസ് വെച്ച് കൊല്ലപ്പെട്ടു. എന്തു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് തെളിവില്ലാതെ പോയ ഒരു കൊലപാതകമായിരുന്നു അത് എന്നത് വേദനയോട് ഓർക്കേണ്ടിയിരിക്കുന്നു. ആംബുലൻസിൽ യാത്ര ചെയ്ത കോവിഡ് രോഗിയെ ആംബുലൻസ് ഡ്രൈവർ ഉപദ്രവിച്ച സംഭവം മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാരുമായിട്ടൊരു മൊബൈലിന് വേണ്ടി പിണങ്ങി. ആ മൊബൈൽ തർക്കത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 2 കൂട്ടുകാർ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കമ്പി കൊണ്ട് അവൻ്റെ തലയ്ക്കടിച്ച് അവനെ കൊന്നു. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കുഴിയെടുത്ത് 2 10ാം ക്ലാസ് കൂട്ടുകാർ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവം വളരെ വേദനയോടെ മാത്രമേ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പോപ്പുലർ ഫൈനാൻസ് എന്ന് പറയുന്ന മധ്യകാലത്തിൽ കഴിഞ്ഞ 10-70 വർഷത്തോളം പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം 2000 കോടി രൂപയിലേറെ സമ്പാദ്യം ആളുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് ഭാരതത്തിലും ലോകത്തിലെ പല ഭാഗത്തുമുള്ള അവിടെ 135 ബ്രാഞ്ച് ഓഫീസുകൾ അടച്ചുപൂട്ടി. ലക്ഷക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് രൂപ നഷ്ടമായ സംഭവം നമ്മെ വല്ലാതെ അനേകരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, അഴിമതി തുടങ്ങിയതൊക്കെ ഒരു സാധാരണ സംഭവമായി തീർന്നിരിക്കുന്നു. ഗവൺമെൻറ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും അഴിമതികളിൽ കേസിൽ അകപ്പെട്ട് ജയിലിലാകുന്ന ഒരു കാലഘട്ടം. മനുഷ്യനോട് മാത്രമല്ല, മനുഷ്യൻ മൃഗങ്ങളോട് പോലും ക്രൂരത കാട്ടിയ ഒരു കാലഘട്ടം. സ്വന്തം ഉണ്ടായിരുന്ന ഒരു പട്ടിയെ സ്വന്തം വാഹനത്തിൻ്റെ പുറകിൽ കെട്ടി വലിച്ച് ആ മൃഗം റോഡിലൂടെ ഇഴഞ്ഞ് അത് ശരീരം മുഴുവനും രക്തം കൊണ്ട് നിലത്തേക്ക് വീഴുന്ന അനുഭവങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ നാം കണ്ടതാണ്. 28 വയസ്സുള്ള യുവാവ് 51 വയസ്സുകാരിയെ വിവാഹം ചെയ്ത് അവരുടെ സമ്പത്ത് കൈക്കലാക്കുവാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ് 2ാമത്തെ മാസം അവരെ കൊന്ന് അവരുടെ ശരീരത്തിൽ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ച് അവരെ കൊന്നുകളഞ്ഞു. ന്യായവും നീതിയുമൊക്കെ അസ്തമിച്ചു എന്ന് നാം പലപ്പോഴും
പറയുന്നുവെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലും ഇന്നും ന്യായവും നീതിയും സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്നത് അഭയ കേസിലൂടെ നാം മനസ്സിലാക്കിയതാണ്. 29 വർഷം കൊണ്ട് നടക്കുന്ന ആ അഭയ കേസ് CBI കോടതിയുടെ ഏറ്റവും അവസാനത്തെ ഉത്തരവിലൂടെ 17 വയസ്സുകാരിയായ കന്യാസ്ത്രീ ആകുവാനായി ശ്രമിച്ച ആ കുഞ്ഞിനെ കൊന്ന കൊലപാതകർക്ക് കോടതി ശിക്ഷ വിധിച്ചത് 2010 നാം മനസ്സിലാക്കിയ സംഭവം. പോയ വർഷം ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. വേദനകൾ വർദ്ധിച്ച, കഷ്ടതകൾ വർദ്ധിച്ച, കണ്ണുനീരിൽ മനുഷ്യനായ ഒരു കാലഘട്ടം. അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അത്ഭുതമായി പരിപാലിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ ശൂന്യ പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞുപോയിരിക്കുന്നു, വീഞ്ഞില്ലായകയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു, പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു, വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു. യേശുവിന്റെ ജനനത്തിനും 6000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ പ്രവാചക ശ്രേഷ്ഠന്മാർ ലോകത്തോട് എന്താണോ വിളിച്ചു പറഞ്ഞത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു എന്നാണ്. സന്തോഷം മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പൊയ്പോയിരിക്കുന്ന ഒരു കാലഘട്ടം. എന്താ സന്തോഷിക്കാൻ കഴിയുന്നത്? ചുറ്റുപാട് നോക്കിയാൽ നിലവിളി മാത്രം കേൾക്കുന്ന ഒരു ലോകം. ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു, പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഈ പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ദൈവീക പ്രവചനങ്ങൾ വായിച്ചു പഠിച്ചുവെങ്കിൽ ഈ തലമുറ ദൈവമക്കൾ അത് പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പ്രായോഗികമാകുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്നു, ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങൾ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. നിത്യമായ ദൈവം തമ്പുരാൻ മനുഷ്യൻ നൽകിയ നിയമങ്ങളെ മനുഷ്യൻ ലംഘിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ച് പോകുന്നു. COVID-19 കാലഘട്ടത്തിൽ നാം ആ കാഴ്ച കണ്ടതാണ്. ലോകത്തിലെ പല ഭരണാധികാരികളും പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യുവാനായിട്ടില്ല. ഒരു ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഹോസ്പിറ്റലെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ശവശരീരങ്ങൾ എവിടെ കുഴിച്ചിടണമെന്നറിയാതെ ഭരണാധികാരി നെട്ടോട്ടമിടുമ്പോൾ ദൈവത്തിന്റെ വചനം എന്തുമാത്രം അന്വർത്ഥമാണ്, സത്യമാണ് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ലോകത്തിലെ 220 രാജ്യങ്ങളെയും കീഴടക്കിയ മാരകമായ ഒരു വൈറസാണ് COVID-19. 300 കോടി ജനത്തെ നേരിട്ടുമല്ലാതെയും ഈ വൈറസ് ബാധിച്ചുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഭൂമിയെ അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യരാശിക്ക് മുഴുവനും ഇത്രയും ഭയാനകമായ ഒരു ആപത്ത് വന്നു എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിന്റെ വചനങ്ങളെ നാം പഠിച്ചാൽ വേദപുസ്തകം പറയുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. ഭൂമിയിലെ നിവാസികൾ നിമിത്തം മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഭൂമി മലിനമായിരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പഠിക്കാറുണ്ട്, നദികൾ മലിനമാകുന്നു എന്ന്. മനുഷ്യരുടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം പുഴയിലേക്ക് ഒഴുക്കിവിട്ട് ഭൂമി മലിനമാകുന്നു എന്ന് പഠിക്കുന്നുവെങ്കിൽ, കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കുന്നുവെങ്കിൽ, ഇവിടെ വേദപുസ്തകം പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തികളാൽ ഭൂമി മലിനമായിരിക്കുന്നു. സംഗീതക്കാരൻ പറയുന്നു, മനുഷ്യന്റെ പാപം
ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ പ്രമാണങ്ങൾ ലംഘിച്ച് ചട്ടത്തെ മറച്ചു. ദൈവം നൽകിയ പ്രമാണങ്ങളെ, ദൈവം നൽകിയ കൽപ്പനകളെ, ദൈവം നൽകിയ നിയമങ്ങളെ മനുഷ്യൻ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവന് ഇഷ്ടം പോലെ ജീവിക്കുവാൻ വേണ്ടി, അവന് ഇഷ്ടം പോലെ പ്രകൃതിയെ, പ്രപഞ്ചത്തെ ഉപയോഗിക്കുവാൻ വേണ്ടി പലപ്പോഴും തമ്പുരാന്റെ കൽപ്പനകളെ മനുഷ്യൻ നിസ്സാരമായി കാണുന്ന ഒരു കാലഘട്ടം. നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. നിത്യമായ ചില നിയമങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഭംഗം വന്നിരിക്കുന്നു. അത് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കപ്പെടാത്ത പാപം മനുഷ്യൻ ദിനം പ്രതി ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രവാചകൻ പറയുന്നു, വീടുകൾ അടഞ്ഞുകിടക്കുന്നു, പട്ടണങ്ങൾ അടഞ്ഞുകിടക്കും. നാം കണ്ടതാണ് 2020 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ലോകത്തിലെ വൻ നഗരങ്ങളിലെ പട്ടണങ്ങൾ, വൻ വീഥികൾ അടഞ്ഞുകിടന്നു. ദൈവമക്കളെ, ആളുകൾ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഭയപ്പെട്ടു പോയ ഒരു കാലഘട്ടം. ദൈവത്തിന്റെ വചനം നിറവേറുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായി തീരും. ഈ വചനം നമ്മൾ നന്നായി മനസ്സിരുത്തി വായിച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ വചനം നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജഡം ആരും കുഴിച്ചിടത്തില്ല. അമേരിക്ക, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മരിച്ചു വീണപ്പോൾ ജഡം കുഴിച്ചിടുവാൻ കഴിഞ്ഞില്ല എന്ന് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. പോയ വർഷം നിരവധി കൊടുങ്കാറ്റുകൾ ലോകത്തിലെ പല രാജ്യങ്ങളെയും ആക്രമിച്ചു. പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സകലവും നഷ്ടമായി എന്ന് നാം കഴിഞ്ഞ വർഷങ്ങളിലെ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമുദ്രത്തിലുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റ് ശ്രീലങ്ക തീരം വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ കൊടുങ്കാറ്റ് നിമിത്തം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവനും സ്വത്തിനും അപകടമുണ്ടാകുമെന്ന് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ കൊടുങ്കാറ്റിനെ നമ്മുടെ ദേശത്തുനിന്ന് മാറ്റിത്തന്നു. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായി തീരും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം 2020 കണ്ടതാണ്. അമേരിക്കയിൽ 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് മരിച്ചപ്പോൾ അവരെ എടുത്തു മാറ്റാനോ കുഴിച്ചിടുവാനോ കഴിയാതെ വലിയ ട്രക്കുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് സാധനം കോരി മാറ്റുന്നത് പോലെ ആശുപത്രി വരാന്തകളിൽ നിന്ന് മരിച്ചവരുടെ ഡെഡ് ബോഡി കോരിയെടുത്ത് ട്രക്കുകളിലേക്ക് ഇട്ട് അതിന് വനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അഗാധമുള്ള കുഴികളിലേക്ക് ഇട്ട് കളഞ്ഞ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യ, ഇറ്റലി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടായി. ഫ്ലൈറ്റുകൾ ഉയരാതെയായി, ട്രെയിൻ സർവീസുകൾ, ബസ് സർവീസുകൾ നിശ്ചലമായി. ഒരു ദിവസം ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് 1,10,000 ഫ്ലൈറ്റുകൾ ഉയരുമായിരുന്നുവെങ്കിൽ ചില മാസങ്ങൾ ഒരു ഫ്ലൈറ്റ് പോലും ചലിക്കാതെ പോയി. ദൈവത്തിൻ്റെ വചനം എന്താണോ കൽപ്പിക്കുന്നത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുവാൻ വളരെ പ്രയാസമുണ്ട് എന്ന് മനുഷ്യൻ നന്നായി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ട്? വെളിപാട് പുസ്തകം 2-ാം അധ്യായം 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ
മനുഷ്യന് മനസ്സില്ലാത്ത ഒരു കാലഘട്ടം. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും ദൈവത്തിലേക്ക് തിരിയുവാൻ മനസ്സില്ലാതെ, ദൈവ വഴികളിലേക്ക് ചിന്തിപ്പാൻ മനസ്സില്ലാതെ, മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എത്രയോ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ മാനസാന്തരപ്പെടണം, മനസ്സാന്റെ യോഗ്യമായ ഫലം കായ്ക്കണം. അതിലൂടെ ദൈവം എത്ര തന്നെ അവസരം നൽകുന്നുവെങ്കിലും മനുഷ്യൻ അതിനെ ചെവി കൊടുക്കാത്ത ഒരു കാലഘട്ടം. വെളിപാട് പുസ്തകം 9-ാം അധ്യായം 20-21 വചനങ്ങളിൽ വേദപുസ്തകം പറയുന്നു, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മനസ്സാന്തരപ്പെട്ടില്ല. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത മനുഷ്യൻ ഇതെല്ലാം കണ്ടുവെങ്കിലും ദൈവമേ എന്ന് ആത്മാർത്ഥമായി വിളിക്കുവാൻ മനുഷ്യന് മനസ്സില്ലാത്ത ഒരു കാലഘട്ടം. ഇതെല്ലാം കണ്ടുവെങ്കിലും പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് മാനസാന്തരപ്പെടുവാൻ മനുഷ്യന് മനസ്സില്ല എന്ന് വെളിപാട് പുസ്തകം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, തുടർന്ന് ദൈവവചനം പറയുന്നു, തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതും ഇല്ല. മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു കാലഘട്ടം. ഇന്നും കുലപാതകം പരമ്പരകളായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ഷുദ്രം ചെയ്യുക, മന്ത്രവാദം ചെയ്യുക മനുഷ്യൻ്റെ ഒരു വിനോദമായി മാറിയിരിക്കുന്നു. മനുഷ്യനെ മറ്റുള്ളവരെ നശിപ്പിച്ച് തങ്ങൾക്ക് വലിയവരാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ദുർനടപ്പ് വർദ്ധിച്ചിരിക്കുന്നു, മോഷണം ധാരാളമായി സംഭവിക്കുന്നു. എന്നിവ വിട്ട് മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. ദൈവകൃപയിലായിത്തീരുവാൻ മനുഷ്യന് മനസ്സില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 27-ാം സങ്കീർത്തനം 5-6 വാക്യത്തിൽ ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവകൃപയിൽ ചാരുന്ന ദൈവമേ അങ്ങനെ സഹായിക്കണമേ എന്ന് ഈ ഭൂമിയിൽ ആരാണോ ആത്മാർത്ഥമായി ദൈവത്തോട് ഓരോ ദിവസവും യാചിക്കുന്ന, ആ വ്യക്തികളെ സഹായിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന, അവരെ വാനോളം ഉയർത്തുന്ന, തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് അത്ഭുതകരമായി പരിപാലിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭൂമിയിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടായാലും, എൻ്റെ ചുറ്റുപാടും എന്തെല്ലാം ഉണ്ടായാലും, എത്ര തന്നെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, എൻ്റെ ചുറ്റുപാടും ആളുകളെല്ലാം മരിച്ചു വീണാലും, തൻ്റെ ചിറകിൻ്റെ അടിയിൽ എന്നെ പൊതിയുന്ന, തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ എന്നെ സൂക്ഷിക്കുന്ന, ദോഷവും സംഭവിക്കാതെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ എന്നെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഈ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഭയാനകമായ ലോകത്തിലൂടെ നാം യാത്ര ചെയ്യുന്നവരാണ്. ഈ 2021 വർഷം ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ ദേശങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയുവാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്ത് സംഭവിച്ചാലും തൻ്റെ കൂടാരത്തിന് ഉള്ളിൽ ഒളിപ്പിച്ച് നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. എന്തിന് ദൈവമായി നൽകിയിരിക്കുന്നു? പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. സമയമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കരുതേ. സമയമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാതിരിക്കരുതേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ ഭയാനകമായ കാലത്തിൽ, ഈ വൈറസ് ശക്തി പ്രാപ്തി കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവ കൃപയിൽ സമർപ്പിക്കാൻ ദൈവമക്കളെ, ഇന്നുവരെയും നടത്തിയ ദൈവം, ഇന്നുവരെയും പരിപാലിച്ച ദൈവം അന്ത്യത്തോളം നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മെ ഈ ദൈവം അത്ഭുതകരമായി പരിപാലിക്കാം എന്ന്. ഈ ദൈവകൃപ നമുക്ക് ആശ്രയിക്കാം.
ഇന്നുവരെയും നടത്തിയ ദൈവം, ഇന്നുവരെയും പരിപാലിച്ച ദൈവം അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. ഈ ദൈവകൃപയിൽ നമ്മെ തന്നെ ശരണപ്പെടുത്താം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യത്തിൽ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു.